ഞാനൊരു കഥ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ, ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭാവിയിലൊരു സിനിമ ചെയ്യുവാൻ തയ്യാറെടുക്കുമ്പോൾ, ഞാൻ കണക്കിലെടുക്കുന്നത് നിങ്ങളുടെ, അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, എന്നെ കൂടി ഉൾപ്പെട്ട സമൂഹത്തെ ആണ്, മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനങ്ങനെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെന്താണ് പറയുന്നത് എന്നതിലുപരി നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. സൂക്ഷിച്ച് മനസ്സിലാക്കണം. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ അർത്ഥം ഒന്നാണെന്ന് മനസ്സിലാവും. പക്ഷേ അതിനെ വേർതിരിച്ച് തന്നെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് എൻ്റെ കഥ എഴുതുന്നതിനെ, എൻ്റെ തിരക്കഥാ രചനയെ, എൻ്റെ ഷോർട്ട് ഫിലിം ചെയ്യലിനെ, അല്ലെങ്കിൽ ഭാവിയിലോട്ട് ഞാൻ ചെയ്യാനിരിക്കുന്ന സിനിമകളെ ഒക്കെ സംബന്ധിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു വശം, ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം റിലവൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക. അപ്പോൾ അതായത് എന്താണെന്നുള്ള ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് വിശദമായിട്ട് നോക്കാം. അതായത് എല്ലാവരും പറയാറുണ്ട്, എൻ്റെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും കഥകളാണെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമാണെന്നുള്ളത്, മനസ്സിലാകുന്നില്ല എന്നുള്ളത്. പക്ഷേ എനിക്കതിന് മറുപടിയായിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അത് പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നതിലുപരി എല്ലാ ആളുകളും ഇപ്പോൾ അത് മനസ്സിലാക്കുന്ന ആ ഒരു സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പണ്ട് മുതലേ വളർന്നു വന്നത് ഫിലോസഫിയോടൊപ്പമാണ്. പിന്നെ അതിനോടൊപ്പം സൈക്കോളജി വന്നു. ഇപ്പം സൈക്കോളജിയിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാണെങ്കിൽ പോലും അത് മുങ്ങിക്കിടക്കുന്നത് ഫിലോസഫിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഫിലോസഫിയാണ് നമ്മുടെ മെയിൻ. സൈക്കോളജിക്കൽ വ്യൂ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടിനെയും വെട്ടിച്ച് ഇപ്പോൾ ആധുനിക അറിവ് നമുക്കുണ്ട്, അതാണ് എവല്യൂഷൻ. അപ്പോൾ മനുഷ്യരെങ്ങനെ ഉത്ഭവിച്ചു വന്നു, എന്താണ് പ്രപഞ്ചം, എങ്ങനെയാണ് പ്രപഞ്ചം, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എവല്യൂഷൻ, ആന്ത്രോപോളജി ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പുത്തൻ അറിവുകൾ, ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ ഒക്കെ നമുക്ക് ബോധ്യമാവും. അപ്പോൾ അത്തരം അറിവുകൾ വ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് ഏതാണ്ട് പുതിയ എന്തോ കാര്യമാണ്, മറ്റേതിനെ വെട്ടിച്ച് വന്നതാണ് എന്നുള്ളതിലുപരി അത് എവിഡൻസോട് കൂടിയ ശാസ്ത്രത്തിൻ്റെ പുതിയ അറിവാണ്. അപ്പം അതാണ് തെളിവോട് കൂടിയുള്ളത്. ശാസ്ത്രമാണത്. പണ്ട് ശാസ്ത്രം ഇല്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ലാതിരുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ് ഈ ഫിലോസഫി ആയാലും. പിന്നെ അതിൽ നിന്ന് കുറച്ച് കൂടി വന്നു കഴിഞ്ഞപ്പം സൈക്കോളജി വന്നു. സൈക്കോളജിയെ ഞാൻ അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ, ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഷീൻസ്, അങ്ങനെയുള്ളതെല്ലാം ഈ എവല്യൂഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പുതിയ ശാസ്ത്രത്തിൻ്റെ അറിവുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടു വരുന്നതും അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും എല്ലാം. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും അതിനോട് നമ്മുടെ ഉള്ള ഒരു പ്രതികരണവും എല്ലാം ഈ എവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. സൂക്ഷ്മതയോടെ നമ്മൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ തുടർന്ന് വന്നിരുന്ന ആ ഒരു ഫിലോസഫിയെ പൂർണ്ണമായിട്ടും വിട്ടുകളയാതെ ആ രീതിയിൽ എല്ലാത്തിനെയും മനസ്സിലാക്കി വെച്ച് ജീവിക്കുന്നത് കൊണ്ട്
നമ്മൾ എവല്യൂഷനെയും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറെക്കുറെ എൻ്റെ അവസ്ഥയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇത് ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പല പല കാര്യങ്ങളിലും ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ്. പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല. പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ്. അപ്പം ഞാൻ എനിക്ക് ചുറ്റുമുള്ള ആളുകളെ, മറ്റു മനുഷ്യരെ ഒക്കെ നോക്കുമ്പോൾ അവരെല്ലാം ഈ എവല്യൂഷനുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പം ആ ഒരു വഴിക്ക് തന്നെയാണ് അവരും അവരറിയാതെ തന്നെ വിരൽ ചൂണ്ടുന്നത് എന്നും പറയാം. കാരണം എന്താണ് അവരങ്ങനെ ചെയ്യുന്നത്? അത് അവർ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരെല്ലാം അവരുടെ എല്ലാം ദിശയായിരിക്കും ഇങ്ങോട്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവരറിയാതെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലോകത്തിൻ്റെ ഒരു പോക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ സാധ്യതകളെ അറിഞ്ഞ് അതിനനുസരിച്ച് പോവുകയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ എവല്യൂഷൻ അറിയില്ലെങ്കിലും ആന്ത്രോപോളജി എന്താണെന്ന് അറിയില്ലെങ്കിലും ഞാൻ പഴയ ഫിലോസഫിയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണെങ്കിലും എനിക്ക് അറ്റപ്പറ്റ സൈക്കോളജി അറിയാവുന്ന ആളാണെങ്കിലും ഒക്കെ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുപയോഗിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനറിയാതെ തന്നെ ഞാൻ അതിൻ്റെ വഴിക്ക് അങ്ങ് പോവും. അല്ലെങ്കിൽ അങ്ങനെ മാറുന്ന കുറേ ആൾക്കാരുടെ കൂടെ അങ്ങ് പോവും. ആ ദിശയിലോട്ടായിപ്പോവും. ഞാൻ ഫിലോസഫിക്കൽ ആശയങ്ങളായിരിക്കും മുറുകെ പിടിച്ച് ജീവിക്കുന്നത്. പക്ഷേ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ്. അപ്പം ഞാനിത് ഇങ്ങനെ കാണുകയാണ്. പിന്നെ എനിക്ക് എൻ്റെ കാര്യം അറിയാം, എൻ്റെ അനുഭവം ഇത് തന്നെയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഞാനും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ചുറ്റുമുള്ളവരും ഇങ്ങനെ തന്നെയാണ്, മറ്റു മനുഷ്യരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, ഇനി ഫിലോസഫി കൊണ്ട് കാര്യമില്ല, സൈക്കോളജിക്കൽ വ്യൂ കൊണ്ട് കാര്യമില്ല. സൈക്കോളജി നമുക്ക് ആവശ്യമാണ്, അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ളൊരു വ്യൂവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഫിലോസഫിയിൽ ഈ അനുസൃതമായിട്ട് കാലം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡിറൈവ് ചെയ്തതായതുകൊണ്ട് സൈക്കോളജി അതിനൊരു ഫിലോസഫിയുടെ ടച്ചുണ്ട്. അപ്പോൾ എത്ര സൈക്കോളജി നമ്മളിട്ട് ഉപയോഗിച്ചാലും അത് അവസാനം ചെന്ന് വീഴുന്നത് അതിൻ്റെ നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് കലക്കവെള്ളമായിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ മട്ട് അടിയിലോട്ടിങ്ങനെ പോയി ആറി കഴിയുമ്പോഴും അതിന് ഒരു ഇത് കാണുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ എത്ര സൈക്കോളജി ഇട്ടിങ്ങനെ കലക്കി കഴിഞ്ഞാൽ അവസാനം അത് അതിൻ്റെ മട്ട ആറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊരു ഫിലോസഫി പോലത്തെ സംഭവമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ആളുകൾ ഇങ്ങനെ എവല്യൂഷൻ്റെ വഴിക്കാണ്. ഇപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പിറകെയാണ്. ആൾക്കാരെന്ത് സ്വയം വിചാരിച്ച് വെച്ചിരിക്കുന്നു, എന്ത് വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നതിലുപരി ആൾക്കാരുടെ പോക്ക് ഇതാണ്. ഇപ്പം ഏത് മതവിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിൽ പോലും ബസ്സിൽ കയറി പോകണ്ടേ, അല്ലെങ്കിൽ കാറിൽ കയറി പോകണ്ടേ, ഫ്ലൈറ്റിൽ കയറി പോകണം, സൈക്കിളിൽ കയറി പോകണം, ബൈക്കിൽ കയറി പോകണം. അങ്ങനെ അപ്പോൾ നമ്മൾ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അങ്ങനെ മാറിയേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു മതവിശ്വാസിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ കയറില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ആധുനിക വാഹനത്തെ കയറില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എത്ര നാളിരിക്കും? അത് അങ്ങനെ ഇരുന്നാൽ തന്നെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഇതും പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. ഇത് പറയുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി പോകുന്നതാണ്. അത്യാവശ്യത്തിനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് നിർത്തുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ എല്ലാ ആളുകളും എവല്യൂഷൻ്റെ പാതയിൽ തന്നെയാണ്. ഇപ്പം
എങ്ങനെ ആളുകൾ ജീവിക്കുന്നു എന്നുള്ളത് അല്ല. ഇപ്പോൾ പഴയ ഫിലോസഫിയുടെ പിടിയിലായിരിക്കും, സൈക്കോളജിക്കലായിട്ടുള്ള വ്യൂകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. എങ്കിൽ പോലും അവരുടെ ദിശ ഇരിക്കുന്നത് എവല്യൂഷൻ്റെ പാതയിൽ തന്നെയാണ്. അപ്പോൾ അതായത് എപ്പോൾ വേണമെങ്കിലും എവല്യൂഷനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാം, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതൊരു സത്യമാണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. അതിനെ എവല്യൂഷനെ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്ര പേർക്ക് സാധ്യമാകുമെന്നുള്ളത് ഇനി. അപ്പോൾ എന്താണെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും മനുഷ്യർ ആര് വേണമെങ്കിലും എവല്യൂഷനെ സ്വീകരിക്കാം, മനസ്സിലാക്കാം, അതിനനുസരിച്ച് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കഥ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ, ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ, ഭാവിയിൽ ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഭാവി വെച്ച് നോക്കുമ്പോൾ, ലോകത്തിൻ്റെ ഭാവി വെച്ച് നോക്കുമ്പോൾ എവല്യൂഷനാണ് എടുക്കേണ്ട സബ്ജക്റ്റ്. എവല്യൂഷനെ പറ്റി മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഭാവി, മനുഷ്യൻ്റെ ഭാവി, ലോകത്തിൻ്റെ ഭാവി ഏകദേശം കണക്ക് കൂട്ടി അതിനനുസരിച്ച് രചനകൾ നടത്തുക, ഷോർട്ട് ഫിലിംസ് ചെയ്യുക, സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ, അങ്ങനെയുള്ളവർക്കേ ഇനി സ്ഥാനമുള്ളൂ. അല്ലാതെ പഴയ ഫിലോസഫിയും സൈക്കോളജിക്കൽ വ്യൂ ആയിട്ടിരിക്കുന്ന ആളുകൾ പതുക്കെ ഔട്ടാകുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ്. ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ അതായത് ഇതാണ്. അപ്പം ആരെയും തരംതിരിച്ച് പറഞ്ഞതോ, ആരെയും മോശമാക്കി പറഞ്ഞതോ, ആർക്കും അറിവില്ല എന്ന് പറഞ്ഞതോ അല്ല. ഏത് നിമിഷം വേണേലും ഏതറിവ് വേണേലും മനുഷ്യർക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നീട്ടി എറിയണം എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വന്നത്. അല്ലാതെ മറ്റാളുകളെ ഉദ്ദേശിച്ച് മറ്റാളുകളെക്കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നീട്ടി എറിയുന്നതാണ് എൻ്റെ കഥകളാണെങ്കിലും തിരക്കഥയാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഇനി ഞാൻ ചെയ്യാനിരിക്കുന്ന സിനിമകളാണെങ്കിലും. അതൊരിക്കലും ആർക്കും മനസ്സിലാകാത്തതല്ല. ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്നത് കൊണ്ടും സൈക്കോളജിക്കൽ വ്യൂസ് ഉള്ളത് കൊണ്ടുമാണ് എൻ്റെ കഥകളെ അല്ലെങ്കിൽ തിരക്കഥകളെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിനെ അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ചെയ്യാനിരിക്കുന്ന സിനിമകളെ മനസ്സിലാകാണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ കാരണം കൊണ്ടാണ്. കാരണം പ്യുവർലി എവല്യൂഷണറി പരമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ആധുനിക അറിവുകൾ, ആധുനിക മൂല്യങ്ങൾ വെച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ എന്നുള്ളതാണ് ഒരു ഭാവിയിലോട്ട് സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ കഥകളിൽ നിന്നാണെങ്കിലും ഷോർട്ട് ഫിലിംസിൽ നിന്നാണെങ്കിലും തിരക്കഥകളിൽ നിന്നാണെങ്കിലും ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന സിനിമകളിൽ നിന്നാണെങ്കിൽ പോലും ഫിലോസഫി അപ്പാടെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള വ്യൂ, ആ ഒരു വ്യൂ ഇല്ലേ, സൈക്കോളജിയുടെ കണ്ണ്, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സൈക്കോളജി നമുക്ക് ആവശ്യമാണ്, സൈക്കോളജിക്കൽ വ്യൂ ആവശ്യമില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എവല്യൂഷൻ്റെ ഭാഗത്ത് എവല്യൂഷൻ എന്താണോ എവല്യൂഷൻ, ആ ഒരു രീതിക്കാണ്, ആ ഒരു ഘടനയാണ്. ഫിലോസഫിയുടെ ഘടനയല്ല, സൈക്കോളജിയുടെ ഘടനയല്ല, എവല്യൂഷൻ്റെ ഘടനയാണ്. നമ്മുടെ ഏറ്റവും പുതിയ അറിവ്, ആധുനിക മൂല്യങ്ങളെല്ലാം അതിലാണ്. അപ്പം അങ്ങനെയാണ് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കും, നമ്മൾ തിരിച്ചറിഞ്ഞാലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും എല്ലാം. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആര് വേണമെങ്കിലും ഈ പുതിയ അറിവ് സ്വായത്തമാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഴഞ്ചൻ സംഭവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഔട്ടാവും. അതാണ് ഭാവിയിലോട്ട് സിനിമ ചെയ്യാനിരിക്കുന്ന ഞാൻ ഇനിയും പഴയതിനെ പോയി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് നിമിഷം വേണേലും മനുഷ്യർക്ക് പുതിയ അറിവുകൾ വരാം. അപ്പോൾ അതനുസരിച്ച് ആ പുതിയ അറിവുകൾ വരാൻ സാധ്യതയുള്ള ആ മനുഷ്യൻ്റെ ഭാവനകൾ എന്തെല്ലാമായിരിക്കാം എന്നുള്ളതിലാണ് ഞാൻ ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പുതിയ അറിവുകൾ മനുഷ്യർക്ക് വരാം, ഇപ്പോൾ വന്നിട്ടില്ല എന്ന് ഓർക്കണം. ഞാനൊരു ഉദാഹരണം പോലെ പറയുകയാണ്. പുതിയ അറിവുകൾ മനുഷ്യർക്ക് വരാം, വന്നിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ ആ പുതിയ അറിവുള്ള മനുഷ്യരുടെ ഭാവനകൾ എന്തായിരിക്കും?
അപ്പോൾ അവിടുന്നും പോവാണ്. അപ്പം അത്രയും നീട്ടി ചിന്തിച്ച് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് എവല്യൂഷൻ്റെ ഘടന മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന കഥകളാണെങ്കിലും തിരക്കഥകളാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഞാൻ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന സിനിമകളാണെങ്കിലും എല്ലാം എൻ്റെ അഭിനയ രീതിയാണെങ്കിലും എൻ്റെ സംവിധാന രീതിയാണെങ്കിലും എല്ലാം വളരെ സിമ്പിളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സിമ്പിളാണ്, വളരെ എൻജോയബിളാണ് എന്നുള്ളതാണ്. ഇനി ഭാവിയിലോട്ട് പുതിയ പുതിയ ആളുകൾ ഇതിൻ്റെ പല വകഭേദങ്ങളായിട്ട് വരും. ഞാനിപ്പോൾ ഒരു ജനറൽ ഫ്രെയിംസ് ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പുതിയ ആളുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ജനറൽ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ്. ആ കാര്യത്തിൽ എനിക്കൊരു കോമ്പറ്റീറ്റർ പോലും ഇല്ല എന്നുള്ളതാണ്. ഇനിയൊട്ട് അങ്ങോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന ആളുകളുടെ ആ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പുതിയ കാര്യങ്ങളുമായിട്ട് ഡീപ്പ് നോളജുള്ള ആൾക്കാർ വരും ഓരോ പർട്ടിക്കുലർ കാര്യങ്ങൾ. പക്ഷെ അതിനു മുമ്പ് അവർക്ക് വരണമെങ്കിൽ, അവർക്ക് ഇവിടെ കാല് കുത്തണമെങ്കിൽ ഞാൻ ജനറൽ ഫ്രെയിം സെറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അവിടെയാണ് എൻ്റെ പ്രസക്തി. അതേറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് ചെയ്യാനുള്ളൂ. അവിടെ നല്ലത് ചീത്ത, ആർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടായിക അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അതൊക്കെ ഈ പഴയ ഫിലോസഫിക്കലായിട്ടുള്ള വ്യൂസിൻ്റെ അബദ്ധധാരണകൾ മാത്രമാണ്. അപ്പോൾ അതാണ്. അപ്പോൾ പല ആളുകളെയും ഞാൻ നോക്കുമ്പോഴത്തേനും അവരുടെ എല്ലാം ആഗ്രഹം ഞാൻ എഴുതുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. പക്ഷേ അവർ ജീവിക്കുന്നത് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ചുറ്റുപാടിലാണ്, അല്ലെങ്കിൽ ഫിലോസഫിയിൽ ഊന്നിയാണ് എന്നുള്ളതേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും അവർ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ അതാണ്, കാര്യങ്ങൾ സിമ്പിളാണ് എന്നതാണ്. അതായത് എന്താ പറയുക, ആ ഒരു ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ അതാണ്. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിൽ അങ്ങ് ചുരുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പറഞ്ഞങ്ങ് നീണ്ടുപോകുന്നു. അതായത് ഞാനൊരു പർട്ടിക്കുലർ വ്യക്തിയെ എടുക്കുന്നു, അയാൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടൊരു രചന രചിക്കുന്നു, എന്താണെങ്കിലും ആട്ടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ എവല്യൂഷൻ പഠിച്ചതിന് ശേഷം, എവല്യൂഷൻ്റെ ഘടന തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് അയാളുടെ ഭാവന എന്നാണ് ഞാൻ ചിന്തിക്കുകയുള്ളൂ. അതല്ലാതെ ഇപ്പം അയാൾക്ക് ഇഷ്ടം എന്താണെന്നുള്ളത് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം അത് മണ്ടത്തരത്തിലാണ് അയാളിരിക്കുന്നതെന്ന് എനിക്കറിയാം. മണ്ടത്തരത്തിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് ഭാവന ഉണ്ടാകാനാണ്? അയാളുടെ ഭാവനയ്ക്ക് എന്ത് വിലയാണുള്ളത്? ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്ന് വെച്ച് ആ വ്യക്തിയെ തള്ളിക്കളയുന്ന അല്ല. അയാൾ ഏത് നിമിഷം വേണേലും, അയാൾ എന്നെപ്പോലെ ഒരു മനുഷ്യനാണ്, അയാൾ ഏത് നിമിഷം വേണേലും മാറാം. മാറിക്കഴിഞ്ഞാൽ അയാൾക്കനുസൃതമായിട്ടുള്ള സിനിമ ചെയ്യേണ്ട കാര്യം എനിക്കുണ്ട്. അപ്പം അതാണ്. ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമായിരിക്കാം അയാളങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷയമല്ല. എന്താണ് അയാളുടെ ഭാവന, എന്താണ് അയാളുടെ ആവശ്യം, അയാളുടെ സ്വപ്നം, അല്ലെങ്കിൽ അയാളുടെ എന്താണ്, അതായത് ഈ റിയാലിറ്റിക്ക് അപ്പുറത്ത് എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത്, എന്താണ് അയാളുടെ പ്രതീക്ഷ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുപാട് പറയേണ്ടതുണ്ട്. മറ്റെപ്പോഴെങ്കിലും സബ്ജക്റ്റീവായിട്ട് പറയാം. അപ്പോൾ ഇതാണ്. അപ്പം ഞാൻ കണക്കിലെടുക്കുന്നത് ഒരാൾക്ക് ഇപ്പം എന്താണ് അയാളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് അയാൾ പറയുന്നത് എന്നുള്ളത്, ഇപ്പം എങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത് എന്നുള്ളതൊന്നുമല്ല. എന്താണ് അയാളുടെ ആവശ്യം എന്നുള്ളതാണ്, അയാൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും
സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ആഗ്രഹിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ ഒന്നും ആയിരിക്കരുത്. പ്യുവർലി എന്താണ് അയാളുടെ യഥാർത്ഥ ആവശ്യം, എന്താണ് അയാളുടെ യഥാർത്ഥ പ്രതീക്ഷ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ചുറ്റുപാടിനും എൻ്റെ സാഹചര്യത്തിനും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾക്ക് ഒത്ത് അതിനോട് താതാമ്യപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയായതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ ഞാൻ തയ്യാറാകുന്നുണ്ടാവാം. പക്ഷെ അതൊന്നുമല്ല ഞാൻ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് എൻ്റേതായ ഭാവനകളും താല്പര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിനി അതിനെയും പറഞ്ഞ് കൂടുതൽ കുളവാക്കുന്നില്ല. അറിയാമല്ലോ, നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രസൻറ്റ് ലൈഫിൽ നിന്നും വിട്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ കഥകളുടെയും എൻ്റെ തിരക്കഥകളുടെയും എൻ്റെ ഷോർട്ട് ഫിലിംസിൻ്റെയും ഞാൻ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെയും പ്രസക്തി. ഈ കൂടുതൽ തന്നെ മറ്റൊരു സബ്ജക്റ്റ് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമകൾ ഇപ്പോൾ OTT വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അത് ഈ വിഷയവുമായിട്ട് സാരമായ ബന്ധമുണ്ട്. തുല്യതയുടെ മൂല്യം ഇപ്പോൾ ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കാര്യങ്ങൾക്ക് വിലയുണ്ട് പ്രത്യേകം. അപ്പോൾ ഇനി ആളുകൾ സിനിമ കാണുന്നത് കുടുംബപരമായിട്ടല്ല, കൂട്ടം കൂടിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ കൂട്ടം കൂടി ഇനി ആരും സിനിമ കാണില്ല, കുടുംബങ്ങൾ ഒരുമിച്ച് ഇനി ആരും സിനിമ കാണില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ പഴയ ഫിലോസഫിക്കൽ ഘടന അങ്ങ് മാറും, എവല്യൂഷൻ്റെ ഘടന വരും. അപ്പോഴും ആളുകൾ കൂട്ടത്തോടെ സിനിമ കാണാൻ പോകുന്നുണ്ടാവാം, ഫാമിലികൾ പോകുന്നുണ്ടാവാം. പക്ഷേ ഈ ഫിലോസഫിയുടെ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ആ പോക്കല്ല ആ സമയത്തുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മാറ്റങ്ങൾ. ഇത് ഞാൻ പടച്ചു വിടുന്നതല്ല, മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി. ഇപ്പോൾ ഒരു ഫാമിലി സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 4 പേര് അടങ്ങുന്ന ഒരു ഫാമിലി സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, സിനിമ ചെയ്യാനിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 4 പേര് കൂടി ഒരു കുടുംബത്തിൽ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ താല്പര്യമായിരിക്കും ആ സിനിമ കാണാമെന്നുള്ളത്, ബാക്കി 3 പേര് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ശരിയല്ലേ? വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബാക്കി 3 പേരും സഹിക്കും. ഇനി ആ ഒരു പരിപാടി ഇല്ല. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ പോവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇപ്പോൾ വരുന്നുണ്ട്, അത് ഉപയോഗിക്കുകയുള്ളൂ ആളുകൾ. അപ്പോൾ ഓരോ ആൾക്കാരും പ്രധാനമാണെന്നുള്ളതാണ്. അങ്ങനെയാണത്. അപ്പോൾ പണ്ട് 4 പേര് ഫാമിലി കൂടി 4 പേരടങ്ങുന്ന ഒരു ഫാമിലി സിനിമയ്ക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ 4 പേർക്ക് 4 സിനിമയാണ് ഇഷ്ടം. അവർ 4 സ്ഥലത്തിരുന്നാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഈ പഴയ ഫിലോസഫിയുടെ സെറ്റപ്പ് അല്ല, അത് സൈക്കോളജിക്കൽ വ്യൂ അല്ല, അത് എവല്യൂഷൻ്റെ ഘടനയാണത്. ഒരിക്കലും എൻ്റെ കഥകളോ എൻ്റെ തിരക്കഥകളോ എൻ്റെ ഷോർട്ട് ഫിലിംസോ എൻ്റെ ഭാവിയിലെ സിനിമകളോ പഴയ ഫിലോസഫിക്കൽ ഫാമിലി കണ്ട ദഹിക്കില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞും പറയാതെയും തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സിനിമകൾ, അല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിംസ്, എൻ്റെ കഥകൾ, തിരക്കഥകൾ. സ്വന്തം ഐഡൻറ്റിറ്റിയെ പറ്റി ബോധമുള്ള ആളുകൾക്കേ ഉള്ളൂ അത് ഇരുന്ന് വായിച്ച് ഇഷ്ടപ്പെടുകയോ എന്നുള്ളത് അല്ല ഈ പറയുന്നത്. അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റണം. കാര്യം മനസ്സിലായിട്ട് വേണമെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതെനിക്ക് ഇഷ്ടമായി. അത് ഇഷ്ടമില്ലായ്മ അതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവിക ചേതനയാണ്, അതിനെയൊന്നും അല്ല ഈ പറയുന്നത്. അപ്പോൾ അതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇനി കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ
വേറെ പുതിയ ആളുകൾ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട്. ഞാൻ മാത്രമല്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരാളും മനസ്സിലാക്കി ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളുകളില്ല. മനസ്സിലായിട്ടുള്ളവരെല്ലാം ഇഷ്ടമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഈ നിലവാരത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ മലയാള സിനിമ OTTക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ടിരുന്ന് ഞാൻ സിനിമ കാണുമ്പോഴത്തേനും പഴയ കുടുംബ സെറ്റപ്പിലെ ആൾക്കാർ ഇരുന്ന് കാണുന്ന സിനിമകളാണ്. അതിന് വേണ്ട, അതുകൊണ്ടാണ് OTTക്കാർ ആൾക്കാർക്ക് വേണ്ട. അത് ഞാൻ സ്വന്തമായിട്ടിരുന്ന് ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ് വരേണ്ടത്. അതല്ലാണ്ട് ഒരു എന്നാ പഴയ പോലെ 4 പേരടങ്ങുന്ന ഒരാളിൽ ഞാൻ പെട്ടിരുന്നിട്ട് അതിലൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ സിനിമയ്ക്ക് പോയിട്ട് ബാക്കി എല്ലാവരും അതിനോട് യോജിക്കുന്ന ഇതല്ല, അവിടെ സറണ്ടർ ചെയ്യുന്ന പരിപാടിയല്ല. എനിക്കിഷ്ടപ്പെട്ട സിനിമയിലും എനിക്കിഷ്ടപ്പെട്ട സംഭവം അതിലുണ്ടായിരിക്കണം. അതില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരില്ല OTTയിലും മലയാള സിനിമകൾക്ക്. അതുകൊണ്ട് തന്നെ OTTക്കാർ ആ സിനിമകൾ എടുക്കുന്നുമില്ല. പഴയ ഫിലോസഫി നടക്കില്ല എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവല്ലേ ഇത്. എന്തെല്ലാം നമുക്ക് അറിയാത്ത കാര്യങ്ങളുമുണ്ട്. ഇതാളുകളെല്ലാം ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ല, ഈ കൃത്യം കാര്യം ഇനി ആളുകൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സാധാരണ ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവരിത് ചിന്തിക്കാത്തതും പറയാത്തതും. ഇനിയിപ്പോൾ വൈകാതെ ആളുകൾ ഈ കാര്യം പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഒരു ആധുനിക മൂല്യങ്ങൾ, ആധുനിക ശാസ്ത്ര അറിവ് വെച്ചുള്ള അതിൻ്റെ ജനറൽ ഫ്രെയിമാണ്. ഒരു ആധുനിക മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ ചേതനകളെ ഉണർത്തുന്ന ജനറൽ ഫ്രെയിമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വേറെ ആൾക്കാർ വന്ന് ചെയ്യും. ആദ്യം ഈ ജനറൽ ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടതുണ്ട് എനിക്ക്. അവിടെയാണ് എൻ്റെ പ്രസക്തി. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ നല്ലത് ചീത്ത അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതൊക്കെ പഴയ ഫിലോസഫിക്കൽ വ്യൂ. അതൊന്നും ഞാൻ എടുക്കാത്തത് കൊണ്ടാണ്. പഴയ ഫിലോസഫി അനുസരിച്ചുള്ള ഉപദേശങ്ങളൊന്നും എടുക്കുകയില്ല. ഞാനതിനെ വെറുതെ ചിരിച്ച് തള്ളുകയുള്ളൂ. കാരണം അത് ഒട്ടും റിലവൻ്റ് ഇല്ലാത്ത മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. കഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ എന്നോട് വന്ന് പറയുമ്പോൾ എന്നേ എനിക്ക് തോന്നാറുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ, തിരക്കഥകൾ, എൻ്റെ ഷോർട്ട് ഫിലിംസ്, എൻ്റെ ഭാവിയിലെ സിനിമകളും ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സംവിധാന രീതിക്കാണെങ്കിലും അഭിനയ രീതിക്കാണെങ്കിലും എല്ലാം ഇപ്പം നമ്മൾ പോകുന്നത് പഴയ ഫിലോസഫിക്ക് അനുസരിച്ച്. അത് മാറി എവല്യൂഷൻ്റെ ഘടന വരും എന്നുള്ളതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അത് പ്രസക്തമല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഹിബോൺ ഒരു കഥ എഴുതി, ഒരു തിരക്കഥ എഴുതി, അത് ഏത് ആളുകൾക്ക് അങ്ങ് കയറി അഭിനയിച്ചേക്കാം അതൊന്നും നടപടിയുള്ള കാര്യമില്ല. പഴയ ഫിലോസഫി ഇവിടെ നടക്കുകയില്ല. എൻ്റെ കഥയ്ക്കകത്ത് നടക്കുകയില്ല. എൻ്റെ കഥ എത്രമാത്രം നൂതനമാണോ അത്രയും നൂതനമായിട്ടുള്ള അഭിനയ ശേഷിയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആളുകളെ എങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് സംവിധായകൻ എന്നുള്ള നിലയിൽ എൻ്റെ പണി. ഞാൻ മുന്നിട്ട് നിന്ന് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് കണ്ടെത്തി അവതരിപ്പിക്കാൻ പോകുന്ന ആൾ ഞാനാണ്. കണ്ടെത്തിയ ആൾ എക്സാക്റ്റ് ഞാനല്ലെങ്കിൽ പോലും ഇത് അവതരിപ്പിക്കാൻ പോകുന്ന ആൾ ഞാനാണ്. വേറെ എവിടെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ കാര്യം? ആർക്ക് കോൺഫിഡൻറ്റോട് കൂടി പറയാൻ കൊണ്ട് ഈ
ഓരോ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴും ഓഡീഷൻ നടത്തുമ്പോൾ കോൺഫിഡൻസ് എന്ന് പറയാനുണ്ട്. ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി ഏതവന് പറയാൻ കഴിയും? എത്ര സിനിമകളിൽ അഭിനയിച്ച ആൾക്കാരുണ്ടോ ഇതുപോലെ ഒന്നും ഒരു വർത്തമാനം പറയാമോ? ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, പ്രവൃത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്, സമ്മതിച്ചു. അതൊക്കെ പഴയ ഫിലോസഫിക്കൽ സാധനങ്ങളാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എടുത്തിനി എറിയാനുള്ളതേ ഉള്ളൂ. നമുക്കൊരു മര്യാദയുള്ളതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ, പോട്ടെ, ഏതായാലും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചിരിക്കുന്ന ആരെല്ലാം വന്നത് തൂത്തുകൂട്ടി പുറത്തോട്ടെറിയും. അപ്പം അതാണ് ഇത്. വേറെ എന്തുകൊണ്ടൊന്നും പറയുന്നതല്ല, ഇത് സത്യമല്ല ഞാനീ പറഞ്ഞത്. ഞാനീ പറയുന്ന നിലവാരത്തിൽ ഈ കാര്യങ്ങളൊന്ന് കണ്ട് ആലോചിച്ച് നോക്കി. ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോഴത്തേനുള്ള മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. പിന്നെ അത് ചുമ്മാ നടക്കുന്ന ആൾക്കാരുടെ പെടലിക്കിട്ട് ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ചെവിയിലോട്ട് ഇങ്ങനെ അടിച്ച് കേട്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ കാണുമ്പോഴത്തേനും സാധാരണ പോലെ അങ്ങ് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തലയ്ക്കകത്ത് 150 കൂട്ടം കാര്യങ്ങളാണ് ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എത്ര മാത്രം എഫേർട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പോലും അതിനെ വിവരിക്കാൻ പറ്റത്തില്ല. അത് ഭാവിയിൽ ആളുകൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തായിരുന്നു ഞാൻ, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ സമയത്ത് ഞാനെന്നുള്ളത്. അത് തെളിഞ്ഞതിന് ശേഷം അതിന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആധുനിക ആൾക്കാർ അതിനെ സ്വീകരിച്ച് അവർ പറഞ്ഞെങ്കിലേ ഉള്ളൂ ഈ സാധാരണ ആളുകൾക്ക്, ഞാൻ ആരെയും തിരിച്ചു പറയുകയില്ല, മനസ്സിലാകത്തുള്ളൂ. ഈ നല്ലത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതായിട്ട് തോന്നണമെങ്കിൽ ആരെങ്കിലും പറയണം ഇതാണ് നല്ലതെന്ന്. അത് പറയുന്നവരുമായിട്ടാണ് എനിക്ക് ബന്ധം. അപ്പോൾ അതാണ്. ഇപ്പം ഞാനാണെങ്കിലും പല കാര്യത്തിലും അങ്ങനെയാണ്. എനിക്കറിയത്തില്ലാത്ത കാര്യത്തിൽ ആരെങ്കിലും പറയണം ഇത് ഇങ്ങനെ ചെയ്യൂ കേട്ടോ, ഓക്കെ അങ്ങനെ ചെയ്തു. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ശേഷിയില്ല. അതുകൊണ്ട് ആരെങ്കിലും പറയും ഇങ്ങനെ ചെയ്യൂ കേട്ടോ, എന്നാൽ അങ്ങനെ ചെയ്യാം, ഇതാണ് നല്ല കേട്ടോ, ഇത് നല്ലതാണോ, അന്ന് നല്ലത് ഇങ്ങനെ തന്നേക്കും. അപ്പോൾ എന്നാ ഒരു കാര്യത്തിനെ നല്ലതാക്കാനോ നല്ലത് കണ്ടെത്താനോ എനിക്ക് ശേഷിയില്ല എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ് വേണം സംസാരിക്കാൻ. ഇത്രയും പറയുന്ന ഞാൻ പോലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എവിടെയെങ്കിലും ചെന്ന് അറ്റപ്പറ്റെ പോട്ടെ, ഞാനത് പറയുന്നില്ല. അപ്പോൾ അതാണ് എന്താണ് പറയുക. അപ്പം അത് ഇതാണ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ആധുനിക ഘടന അറിയാവുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ഉള്ളതേ ഉള്ളൂ. അത്ര ഗൗരവമായിട്ട് ഇത് ഭയങ്കര പഴയ ഫിലോസഫിയുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിതെന്താ ഈ പറയുന്നു, അയ്യോ ഇത് തോന്നിപ്പോവും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള അറിവുള്ളവരാണെങ്കിൽ ഈസിയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എനിക്ക് പ്രധാനം ആധുനിക മനുഷ്യൻ്റെ ഭാവനകളാണ്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെയാണ് ഞാൻ പണിയെടുക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് ആരും മോശക്കാരാണ് എന്നുള്ളതല്ല, ആർക്കും അറിവില്ല എന്നുള്ളതല്ല. ഓരോ ആളുകളും എപ്പോൾ പുതിയ ആധുനിക അറിവ് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു, അന്നേരമാണ് അവരുടെ ഭാവനകൾ ആ നിലവാരത്തിൽ ഉയരുകയുള്ളൂ. അതിനുശേഷമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. താങ്ക് യു.